ആർക്കെങ്കിലും പുതിയ സൂപ്പർമാൻ സിനിമയുടെ പൊളിറ്റിക്സ് മനസ്സിലായില്ലെങ്കിൽ ഇടുക മാമൻ പറഞ്ഞുതരാം. പൊളി എന്നൊക്കെ പറഞ്ഞാലല്ലോ ഒരുമാതിരി പൊളി. അതായത് പ്രൊപ്പഗൻഡ ഒളിപ്പിച്ച് കടത്തലൊന്നും അല്ല, നേരിട്ടാണ് കാര്യങ്ങൾ. എന്റെ ജെയിംസ് ഗൺ അണ്ണ നിങ്ങളെ സമ്മതിച്ചു. നിങ്ങളെപ്പോ ഇത്രയും ധൈര്യമുള്ള ഒരാൾ ഇന്ന് ഹോളിവുഡിലില്ല. അതായത് ഞാനാണ് CEO, ഞാനാണ് സിനിമയുടെ ഡയറക്ടർ, എനിക്ക് തോന്നിയ സിനിമ ഞാൻ എടുക്കും, അതിൽ എനിക്ക് തോന്നിയ പൊളിറ്റിക്സ് ഞാൻ പറയും. ആരാണ് അവിടെ തടയാൻ? ഏത് തെണ്ടിയാണ് വരുന്നത്? ആ ഒരു ലെവലാണ് എൻ്റെ കളി. സംഭവം ഇത്രേ ഉള്ളൂ കാര്യം. പുതിയ സൂപ്പർമാൻ സിനിമയിൽ ഒരു വലിയൊരു രാജ്യം ഒരു ചെറിയൊരു രാജ്യത്തിനെ ആക്രമിക്കാൻ വേണ്ടി പിടിച്ചടക്കാൻ വേണ്ടി വരികയാണ്. ആ ചെറിയ രാജ്യത്തിൻ്റെ കയ്യിൽ മിലിറ്ററിയും ഇല്ല, അൺആർമഡ് ആയിട്ടുള്ള കുറച്ച് സിറ്റിസൺസും കുറച്ച് കുട്ടികളും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം നമ്മുടെ സൂപ്പർമാൻ വന്നിട്ട് ആ ചെറിയ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്, ചെറിയ രാജ്യത്തിനെ രക്ഷിക്കാൻ നോക്കുകയാണ്. ഒരു വലിയൊരു ജനസൈഡിൽ നിന്നും ആ ചെറിയ രാജ്യത്തിലെ ആൾക്കാരിനെ രക്ഷിക്കുകയാണ്. സിനിമയിൽ വലിയ രാജ്യത്തിന്റെ പേര് ബൊറാവിയ എന്നാണ്, അതാണ് നമ്മുടെ ഇസ്രയേൽ. ചെറിയ രാജ്യത്തിന്റെ പേര് ജർഹൻപൂർ എന്നാണ്, ജർഹൻപൂരിയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ മനസ്സിലായല്ലോ, പാലസ്തീനാണ് ഈ ചെറിയ രാജ്യം. ഈ വലിയ രാജ്യത്തിന്റെ ലീഡറായിട്ട് വില്ലനായിട്ട് വരുന്നത് വാസിൽ ഗുർക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പുള്ളിയാണ് നമ്മുടെ ബിബി നെതന്യാഹു. പിന്നെ ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്നത് ലെക്സ് ലൂത്തർ ആണ്. ലൂത്തർ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ US ഗവൺമെന്റ് തന്നെയാണ്. അതായത് ഈ ബൊറാവിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഈ വെപ്പൺസ് ഒക്കെ വിൽക്കുന്നത് ലൂത്തറാണ്. അതെന്തിനാ വിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെക്സ് ലൂത്തർ അമേരിക്കൻ ഗവൺമെന്റിന് അവരുടെ ഒരു അജണ്ടയുണ്ട്, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ സൂപ്പർമാൻ്റെ സ്റ്റാൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ജനസൈഡ് നിർത്തണം. ഈ അൺആർമഡ് ആയിട്ടുള്ള ഈ ആൾക്കാരിനെ രണ്ടുപേര് തമ്മിൽ ഈ പട്ടാളക്കാർ യുദ്ധം ചെയ്യുന്നത് കുഴപ്പമില്ല, വെറുതെ നിൽക്കുന്ന ആൾക്കാരെ ഒന്നും കൊല്ലരുത് എന്നാണ് സൂപ്പർമാൻ്റെ സ്റ്റാൻഡ്. ഇത്രയും പൊളിറ്റിക്സ് കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമെന്ന് വേണ്ട, ചുമ്മാ സിനിമ കണ്ടാൽ മതി, കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം കൂടെ, കിഡിലൻ സിനിമ. നിങ്ങളുടെ പൊളിറ്റിക്സ് എന്തോ ആയിക്കോട്ടെ, പുള്ളി ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നിങ്ങളുടെ പൊളിറ്റിക്സ് എന്താണെന്ന് ഹീ ഡസൻ കെയർ. അയാൾക്ക് പറയാനുള്ള അയാൾ പറഞ്ഞു വെച്ചു, നല്ല വൃത്തിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാതെ ഈ മാൻ ഓഫ് സ്റ്റീലിനെ പോലെ ചുമ്മാ മസിലും പിടിച്ച് മറ്റേ ഓറ ഫാമിങ് നടത്തി സ്വന്തം അച്ഛനെ പോലും രക്ഷിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു സൂപ്പർമാൻ അല്ല. ആ നാട്ടിലെ എല്ലാ അണ്ണാനെ വരെ രക്ഷിക്കുന്നുണ്ട് ആള്.